നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബിജെപിയുടെ ഭാഗത്തു നിന്നും സുപ്രധാന നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള ചില അഭ്യൂഹങ്ങൾ വളരെ ശക്തമാണ്. ഇതിൽ ഭൂരിഭാഗം പദ്ധതികളും ഫെബ്രുവരി മാസത്തിൽ തന്നെ പ്രഖ്യാപിക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും 70 ദിവസത്തിനുള്ളിൽ 11ഓളം ബൃഹത്തായ ജനസമ്പർക്ക പരിപാടികൾ ആസൂത്രണം ചെയ്യുക എന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും നമ്മൾ ഉൾപ്പെടെ വിചാരിക്കുക ബിജെപിക്ക് സ്വാധീനം കുറഞ്ഞ സ്ഥലങ്ങളിലാകും ഇവർ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾക്ക് വലിയ പ്രാധാന്യം നൽകുക എന്നായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു ചിന്ത വേണ്ട. കാരണം ബിജെപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ അല്ലെങ്കിൽ അവരുടെ പ്രചരണ പരിപാടികൾക്കൊക്കെയും തുടക്കമാവുന്നത്, അതൊക്കെ ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് ബിജെപിയുടെ തട്ടകമായ ഉത്തർപ്രദേശിൽ തന്നെയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുസ്ലിം സ്ത്രീകളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നതിനായി ബിജെപിയുടെ ന്യൂനപക്ഷ മുന്നണി ഉത്തർപ്രദേശിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പ്രചരണം നടത്തുമെന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ശുക്രിയ മോദി ഭായ്ജാൻ പ്രചരണമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. അതായത് ഒരിക്കലും വേർപിരിയില്ല, ഒരു അന്തരവുമില്ല, മോദി ഞങ്ങളുടെ സഹോദരനാണ് എന്ന ടാഗ് ലൈനോട് കൂടിയാണ് ഇവർ ഈ ഒരു ക്യാമ്പയിൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ക്യാമ്പയിൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉത്തർപ്രദേശിൽ നിന്ന് മാത്രം 1000ഓളം മുസ്ലിം വനിതകളെ പാർട്ടിയുടെ ഭാഗമാക്കുക എന്ന വലിയ ഒരു തന്ത്രം തന്നെ ബിജെപിക്ക് മുന്നിലുണ്ട്. എന്തായാലും ഉത്തർപ്രദേശിൽ ബിജെപിക്ക് വിജയം ഉറപ്പാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അവിടെയുള്ള മറ്റ് പാർട്ടികളെല്ലാം തന്നെ ഇപ്പോഴും സീറ്റ് വിഭജനത്തിൽ പോലും കാര്യമായ നീക്കങ്ങൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിൽ ബിജെപി കൃത്യമായ ഒരു വിജയം രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ വിജയിക്കുക മാത്രമല്ല, മറിച്ച് ബിജെപിയോട് അകന്ന് നിൽക്കുന്നവരെ അടുപ്പിക്കുക എന്ന ഒരു വലിയ ലക്ഷ്യബോധം കൂടി പാർട്ടിക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മോദി ഞങ്ങളുടെ സഹോദരനാണ് എന്ന ടാഗ് ലൈനോട് കൂടി മുസ്ലിം സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉത്തർപ്രദേശിൽ ബിജെപി വലിയ ബൃഹത് പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം.